കൂപ്പുകരങ്ങളോടെ ഒരിക്കൽ കൂടി ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നോക്കാം. സങ്കീർത്തകൻ പറഞ്ഞു കണ്ടോ, സങ്കീർത്തകൻ തൻ്റെ എല്ലാ അവസ്ഥകളും പറഞ്ഞു. ശരീരത്തിൻ്റെ അവസ്ഥ, തൻ്റെ മനസ്സിൻ്റെ അവസ്ഥ, തൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ, തൻ്റെ 3 അവസ്ഥകളും സങ്കീർത്തകൻ വിവരിക്കുക. എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, കർത്താവേ എൻ്റെ മനസ്സ് തളർന്നിരിക്കുന്നു, ദൈവമേ എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. ഇതൊരു തുറവിയാണ്. ദൈവത്തിന് ഈ എല്ലാ മേഖലകളിലും ഇടപെടാൻ പറ്റുമെന്നുള്ള ഒരു സങ്കീർത്തകന്റെ വിശ്വാസം കൂടിയാണ്. അതുകൊണ്ടല്ലേ ദൈവത്തിൽ ഇതെല്ലാം സമർപ്പിക്കുന്നേ. അതുകൊണ്ടല്ലേ സങ്കീർത്തകൻ തൻ്റെ എല്ലാ അവസ്ഥകളും ദൈവത്തിൽ സമർപ്പിക്കുന്നത്. നമ്മുടെ എല്ലാ അവസ്ഥകളെയും ദൈവത്തിലേക്കൊന്ന് സമർപ്പിച്ച് ശരീരത്തിൻ്റെ എല്ലാ രോഗങ്ങൾ, ശരീരത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകൾ, നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ശാരീരികമായ പീഡകൾ, ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള രോഗികൾ ഇതിനകത്തുണ്ടാകാം, ഡോക്ടേഴ്സ് കൈയൊഴിഞ്ഞ രോഗികൾ ഇതിനകത്തുണ്ടാകാം. ഒരുപക്ഷെ കർത്താവിൻ്റെ അനന്തമായ കാരുണ്യത്തിൽ, സ്നേഹത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഈ നിമിഷങ്ങളിൽ ദൈവമേ നിന്റെ കരുണ ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മനസ്സിൻ്റെ എല്ലാ വേദനകളും സമർപ്പിക്കട്ടെ. മനസ്സിനേറ്റ എല്ലാ മുറിവുകളെയും ഈശോയ്ക്ക് കൊടുക്കട്ടെ. കർത്താവേ എൻ്റെ മനസ്സിനേറ്റ എല്ലാ മുറിവുകളെയും ഇതാ നിന്റെ കരുണയ്ക്കായി സമർപ്പിക്കുന്നു. ഈശ്വരടുത്ത് പറ, നിന്റെ മനസ്സിൻ്റെ മുറിവുകളെല്ലാം ഈശ്വരടുത്ത് ഇറക്കി വയ്ക്കുക. ഈശോ നിന്നെ കാണുന്നുണ്ടല്ലോ. മോളെ, എന്തെല്ലാം മാനസിക സംഘർഷങ്ങളിലൂടെ നീ കടന്നു പോകുന്നത്, എന്തോരം നൊമ്പരങ്ങൾ നിന്റെ മനസ്സിലുണ്ട്. നീ പ്രതീക്ഷിച്ചതും, നീ സ്വപ്നം കണ്ടതും, നീ ആഗ്രഹിച്ചതും ഇതെല്ലാം ഒന്നും നേടിയെടുക്കാൻ പറ്റാതെ പോയതിൻ്റെ സങ്കടം നിന്റെ മനസ്സിലില്ലേ? ആരൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് നിന്നെ കുറ്റം പറഞ്ഞതിൻ്റെ, അസ്വസ്ഥപ്പെടുത്തിയതിൻ്റെ, നിനക്കെതിരെ ചിന്തിച്ചതിൻ്റെ, പറഞ്ഞതിൻ്റെ ഒക്കെ നൊമ്പരം നിന്റെ ഉള്ളിൽ കിടപ്പില്ലേ? മാനസികമായി നീ ഒത്തിരി വേദനിക്കുന്നുണ്ടോ? എന്തെല്ലാമാണ് നിന്റെ മനസ്സിനെ അലട്ടുന്നത്? അതെല്ലാം ഈശോയ്ക്ക് കൊടുത്തേ. ദുഃഖമുണ്ടോ മനസ്സിൽ? നിരാശയുണ്ടോ? ഭയപ്പാടുകളുണ്ടോ? ആകുലതകളുണ്ടോ? എന്തെല്ലാമാണ് മോളെ, മോനെ നിന്നെ അലട്ടുന്നേ? അതെല്ലാം ഈശ്വരടുത്ത് പറ. ഈശ്വരടുത്ത് പറ. ഒറ്റപ്പെട്ടു പോയതിൻ്റെ വേദന നിന്റെ ഉള്ളിലില്ലേ? എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ കുടുംബത്തിന് ഗതി വന്നല്ലോ, എന്നാൽ എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെ ആയല്ലോ, എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനത്തെ അവസ്ഥയിലായല്ലോ, അവർക്കൊക്കെ ഈ അവസ്ഥ വന്നല്ലോ എന്നോർത്തൊക്കെ നിന്റെ മനസ്സ് ഒത്തിരി ഭാരപ്പെടുന്നില്ലേ? ഒത്തിരി വേദനിക്കുന്നില്ലേ? എൻ്റെ മനസ്സിൻ്റെ വേദനകൾ കൊടുക്കുക. ശരീരത്തിൻ്റെ രോഗങ്ങൾ, മനസ്സിൻ്റെ വേദനകൾ എല്ലാം പങ്കുവയ്ക്കുക. അതോടൊപ്പം ആത്മാവിൻ്റെ അവസ്ഥകൾ കൂടി ഈശ്വരടുത്ത് പറഞ്ഞേ. യോഹന്നാനിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഒരുവൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ അനുസരിച്ചാണ് അവൻ്റെ ജീവിതത്തിലേക്ക് കൃപയൊഴുകുന്നത്. അവൻ്റെ മനസ്സും അവൻ്റെ ശരീരവും സൗഖ്യം പ്രാപിക്കുന്നത് അവൻ്റെ ആത്മാവിൽ ദൈവസാന്നിധ്യം വെളിപ്പെടുമ്പോഴാണ്.
ആത്മാവിൻ്റെ ക്ഷേമസ്ഥിതി അനുസരിച്ചാണ് മനസ്സിനും ശരീരത്തിനൊക്കെ സൗഖ്യവും വിടുതലും ഒക്കെ കിട്ടുന്നത്. ആത്മാവ് ക്ഷേമസ്ഥിതിയിലാകുന്നത് എപ്പോഴാ? ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ. അതിനെന്ത് ചെയ്യണം? പാപം ഉപേക്ഷിക്കണം, പാപം വെറുത്തുപേക്ഷിക്കണം, പാപത്തെ ഓർത്ത് അനുതപിക്കണം, പാപരഹിത ജീവിതം നയിക്കാൻ നമ്മൾ പഠിക്കുമ്പോൾ മക്കളെ സംഭവിക്കുന്നത് എന്നാണെന്നറിയാവോ? നമ്മൾ ആത്മാവിൽ ദൈവത്തോട് ഐക്യപ്പെടും. അങ്ങനെ നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടതായിട്ട് മാറും. ഹല്ലേലൂയ. കരങ്ങളെ രണ്ട് ദിവസങ്ങളിലേക്ക് ഉയർത്താം. എല്ലാ അവസ്ഥകളുടെ മേലും ദൈവകൃപ വ്യാപരിക്കട്ടെ. നിന്റെ എല്ലാ രോഗങ്ങളുടെ മേലും, നിന്റെ എല്ലാ അസ്വസ്ഥതകളുടെ മേലും ദൈവശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മോളെ, നീ കടന്നു പോകുന്ന, നീ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളുടെ മേലും, പ്രതിസന്ധികളുടെ മേലും ദൈവത്തിന്റെ വലിയ ശക്തി വ്യാപരിക്കട്ടെ. കെട്ടുകൾ അടിയേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ, ബന്ധനങ്ങൾ അടിയേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ, സൗഖ്യം പ്രാപിക്കേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ, മേഖലകളുണ്ടെങ്കിൽ, ഓ പരിശുദ്ധാത്മാവേ, ഈ നിമിഷം തന്നെ ഈ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. ദിവ്യകാരുണ്യീശോയെ ശക്തി പുറപ്പെടുത്തണമേ. ഓ ദിവ്യകാരുണ്യീശോയെ, ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി ഇപ്പോൾ ഈ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ. ഇവിടെ സങ്കടങ്ങളിലേക്കും വേദനകളിലേക്കും പ്രയാസങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നീ എൻ്റെ ചാര നിന്ന് എന്നെ സുഖപ്പെടുത്തണമേ. എൻ്റെ മനസ്സിൻ്റെ ഭാരമെല്ലാം നിനക്കറിയാലോ, എൻ്റെ ജീവിതത്തിൻ്റെ വേദനകളെല്ലാം നിനക്കറിയാലോ. എന്തെല്ലാം പ്രാരാബ്ധങ്ങളുടെ നടുവിലാണ് എൻ്റെ ജീവിതം, എന്തെല്ലാം പ്രതിസന്ധികളുടെ നടുവിലാണ് എൻ്റെ ജീവിതം, ഏതെല്ലാം തരത്തിലുള്ള അസ്വസ്ഥതകൾ എന്നെ വേട്ടയാടുന്നുണ്ടെന്ന് ഈശോയെ നിനക്കറിയാലോ. കർത്താവെ, എൻ്റെ ജീവിതം ഇതാ സങ്കീർത്തകൻ തുറന്നു വെച്ചതുപോലെ തമ്പുരാനെ നിന്റെ മുമ്പിൽ തുറന്നു വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അറിയുന്ന ദൈവം, എൻ്റെ എല്ലാ വേദനകളും അറിയുന്ന ദൈവം, എൻ്റെ എല്ലാ സങ്കടങ്ങളും ഏറ്റെടുക്കുന്ന കർത്താവ് ഈ അൾത്താരയിലുണ്ടല്ലോ. ഓ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഓ ഈശോയെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഓ ദൈവമേ, നിന്റെ സാന്നിധ്യം ഒഴുകണമേ. ഓ ദൈവമേ, നിന്റെ കൃപ വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരളിൻ കഥനമതെല്ലാം കഴുകും കുളിർമഴയായി. കരളിൻ കഥനമതെല്ലാം കഴുകും കുളിർമഴയായി. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. എരിയും മെഴുതിരി പോലൻ ഹൃദയം ഉരുകും നേരം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. കരങ്ങളെ രണ്ടും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലേക്ക് ഉയർത്തി. നിങ്ങൾക്ക് എന്തെല്ലാം ഈശോയുടെ അടുത്ത് പറയാനുണ്ടോ, സമർപ്പിക്കാനുണ്ടോ, അതെല്ലാം വേറൊന്നും നോക്കണ്ട, വേറെ ആരെയും ശ്രദ്ധിക്കണ്ട. നീ നിൻ്റെ ഈശോയും മാത്രം. കുടുംബാംഗങ്ങളുണ്ടാകാം, മക്കളുണ്ടാകാം, മാതാപിതാക്കളുണ്ടാകാം, അവരൊന്നും നീ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കണ്ടിട്ട് നിൻ്റെ ഹൃദയത്തിൻ്റെ വേദനകളല്ലേ നീ ഇറക്കി വയ്ക്കുന്നത്, നിൻ്റെ സ്വകാര്യ ദുഃഖങ്ങളല്ലേ നീ ഈശോയുടെ അടുത്ത് പറയുന്നത്, നിൻ്റെ മൗന നൊമ്പരങ്ങളല്ലേ നീ തമ്പുരാൻ്റെ മുമ്പിൽ ഇറക്കി വയ്ക്കുന്നത്. എല്ലാം ഇറക്കി വെച്ച് ഏതാനും നിമിഷം ഒന്ന് സ്തുതിക്കാവോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു. കരങ്ങളെ മാറോട് ചേർത്ത് കണ്ണുകൾ തുറന്ന് ഈശോയെ നോക്കി. ഈ നിമിഷങ്ങളിൽ കർത്താവ് നൽകിയ വലിയ സൗഖ്യത്തിനും
വിടുതലിനൊക്കെ ഈശോയ്ക്ക് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി കണ്ണു തുറന്ന് ഈശോയെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ